ഇന്ന് നമ്മുടെ ജില്ലയുടെ അധിപനായിട്ട് കളക്ടർ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നത്. ഏതായാലും കുറച്ച് സമയത്ത് കളക്ടർ അനുഭവത്തോടുകൂടി നിങ്ങൾ ഈ ശ്വാസം ഒന്ന് കുഴപ്പമില്ലല്ലോ സാർ, കമ്മീഷൻ എല്ലാവരും ആയി, അപ്പൊ പിന്നെ ഒരു പേടി വരാൻ സാധ്യതയില്ല, അതുകൊണ്ടായിരിക്കാം. ഏതായാലും കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് റിലാക്സ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. കളക്ടർ അനുവാദത്തോടെ എസ് പിയുടെ അനുവാദത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനുവരി 25 സമ്മതിദാന ദിനമായി ആചരിക്കുക. അദ്ദേഹം കാലങ്ങളാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രയാസമുണ്ടാവില്ല. നിങ്ങൾ തൽക്കാലം ഇടയ്ക്ക് കാസർഗോഡ് വന്നുപോയാലും കുഴപ്പമില്ല. കണ്ണൂരും കാസർഗോഡ് ഒന്നാണ്. കണ്ണൂര് കാസർഗോഡ് ഒന്നാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്നാണ് കാസർഗോഡ് ഉണ്ടായത്. കണ്ണൂർ ജില്ലയായിരുന്നു. പിന്നെ 1984 സാർ 85 84 84 കാസർഗോഡ് ജില്ല പറവെടുക്കുന്നത്. ഇന്ന് കണ്ണൂർ കളക്ടറുടെ നേതൃത്വത്തിൽ സമ്മതിദാന ദിനമായി ഇവിടെ ആചരിക്കപ്പെടുകയാണ്. ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അരുൺ കെ വിജയൻ IAS, അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ കൂടിയായിട്ടുള്ള ശ്രീ TV രഞ്ജിത്ത്, IPS ഓഫീസറായിട്ടുള്ള ശ്രീ അജിത് കുമാർ. 14ാമത് ദേശീയ ദിനമായിട്ടാണ്, സമ്മതിദായകന്റെ 14ാമത് ദേശീയ ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത്. ദേശീയ ദിനമായി ആചരിക്കുമ്പോൾ നമ്മുടെ സാധാരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നേരത്തെ ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഇലക്ഷന്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്. ഇലക്ഷൻ സാധാരണ നടന്നു കഴിഞ്ഞാൽ പോളിംഗ് ശതമാനം പറയുമ്പോൾ ചില മണ്ഡലത്തിൽ എത്രയുണ്ടാവും പോളിംഗ് ശതമാനം? വോട്ടർ പട്ടികയിൽ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ അത് ചിലപ്പോൾ 60, 65, 70 ഒക്കെയാണ് ഉണ്ടാവുക. 90-ലേക്ക് മറ്റൊരു കാര്യമുണ്ട്, 90-ൽ എത്തിക്കഴിഞ്ഞ് ചിലപ്പോൾ കളക്ടർ വീണ്ടും ആ പെട്ടി ഒന്ന് പരിശോധിക്കണമെന്നൊക്കെ പറയും. അതൊരു കുഴപ്പമുണ്ട്. നമ്മൾ തന്നെ എന്ത് പറയുന്നു, മാക്സിമം വോട്ട് ചെയ്യണം എന്ന് പറയുക. പക്ഷെ 90-95% വോട്ട് ചെയ്താൽ കളക്ടർ തന്നെ പറയുന്നത് ഒരു അന്വേഷണത്തിന് ഉത്തരവിടും. എന്താണ് ഇങ്ങനെ വോട്ടിംഗ് ശതമാനം? സത്യമല്ലേ അല്ലേ? അവിടെ പോയ ഉദ്യോഗസ്ഥന്മാർക്ക് പണിയാണ്. 95%-ലധികം വോട്ടിംഗ് നടന്നാൽ അതും ഒരു കുഴപ്പമാണ്. പക്ഷെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് വോട്ടേഴ്സ് ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ 10-25% യുവാക്കൾ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക്, നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബോധവൽക്കരണത്തിനായി നമ്മുടെ വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഏകദേശം പഠിച്ച് കുറച്ചുകൂടി പഠനം നന്നായി നടത്തണം എന്ന് പറയുന്നവരൊക്കെ എവിടെയാണ് പോകുന്നത്? വിദേശത്തേക്കാണ്. അങ്ങനെ വിദേശത്തേക്ക് പഠനത്തിന് പോകുന്നതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പോലും വരാത്ത അവസ്ഥയുണ്ട് അല്ലേ? നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ നാട്ടിലെ വോട്ടർ പട്ടിക നോക്കിയോ. വോട്ടർ പട്ടികയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ എത്ര കുട്ടികൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നത്? വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം അവർ വോട്ട് ചേർക്കേണ്ട സമയത്തൊന്നില്ല, നാട്ടിലില്ല. ഇനി വോട്ട് ചേർത്താൽ തന്നെ എന്താ അവസ്ഥ? വോട്ട് ചെയ്യാനാവുമ്പോഴേക്ക് അവർ നാട്ടിൽ ഉണ്ടാവുക. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കേരളത്തിന്റെ മറ്റ് സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് കളക്ടർക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മറ്റ് സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരായിട്ടുള്ള ഒട്ടുമിക്ക യുവാക്കളും നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വോട്ടർ ലിസ്റ്റിൽ പേര് വരുന്നത് പോലും കുറവാണ്. എനിക്ക് അനുഭവം തോന്നൽ, ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഇപ്പോൾ. കാസർഗോഡ് ജില്ലയിലെ പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് തടിയൻകോൽ നടക്കാവ് എന്ന് പറയുന്ന വാർഡിലെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഈ വീടുകളിലൊക്കെ വോട്ട് ചേർക്കാനും വീട് കയറുകയും വോട്ട് പിടിക്കാനും ഇല്ലേ, വോട്ട് പിടിക്കലല്ലേ. ഈ വോട്ട് പിടുത്തത്തിന് ഞാൻ പറഞ്ഞ തെറ്റായി പോകുന്നത്, ഞാൻ അങ്ങനെ പറയുന്നില്ല. വോട്ട് പിടുത്തത്തിന്റെ ഒക്കെ കാര്യങ്ങൾ വളരെ വളരെ മോശമായ നിലയിലേക്ക് പോകുന്നത് നമ്മൾ ഈ പ്രതിജ്ഞയിൽ ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രതിജ്ഞ കൃത്യമായി വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഈ പ്രതിജ്ഞയിൽ പറയുന്നത്
ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരനായ ഞങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യവും സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപൂർണവുമായ തെരഞ്ഞെടുപ്പിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുമെന്നും ജാതി, മതം, ഭാഷ തുടങ്ങിയ പരിഗണനകൾക്കോ മറ്റേതെങ്കിലും പ്രലോഭനങ്ങൾക്കോ വശംവദരാകാതെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സധൈര്യം വോട്ട് ചെയ്യുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സധൈര്യമാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിർത്തി. കളക്ടറെ വെച്ച് മീറ്റിംഗ് വെച്ച് ഞാൻ ചിഹ്നം പറയുന്നുണ്ട്. ഏതോ ചിഹ്നം, ആ ചിഹ്നം മാത്രം നോക്കിയാൽ മതി. നിങ്ങളൊരു സീല് കയ്യിലെടുക്കുമ്പോൾ അല്ല പറയാ, പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ സീല് കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ ചിഹ്നം മറക്കരുതേ, എന്നിട്ട് അതിന് നേരെ സീല് ചെയ്യുന്ന പറയാ. പണ്ടേ നമ്മള് കടുവാപ്പെട്ടി കോട്ടില്ലാതെ പണ്ട് അടൂർവാസവാടി പാട്ട് ഓർമ്മയില്ല ഇല്ലേ? ഓർമ്മയില്ല. ഈ പുതിയ തലമുറ ഓർമ്മ ഉണ്ടാവില്ല, പ്രായമുള്ളവർക്ക് ആ പാട്ടം ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഈ സീല് കയ്യിലെടുത്ത നമ്മൾ ആ ചിഹ്നത്തിന് നേരെയാണ് സീല് കുത്താൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ചിഹ്നത്തിന് നേരെ സീല് ചെയ്ത് അതൊക്കെ ആ കാലമൊക്കെ മാറി. ഇപ്പോഴെന്താണ്, വോട്ടിംഗ് യന്ത്രമാണ്. ആ വോട്ടിംഗ് യന്ത്രത്തെ പോലും ഇപ്പൊ സംശയ നിഴലില് എന്താ സാർ നിങ്ങൾ പറയില്ല, ആരിലോ പറയുന്നുണ്ടെന്നാൽ വോട്ടിംഗ് മെഷീൻ മാറണം എന്നൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട് അല്ലെ? വോട്ടിംഗ് മെഷീൻ വേണ്ട, നമ്മുടെ പഴയ സിസ്റ്റം മതി, ബാലറ്റ് പേപ്പർ മതി. ബാലറ്റ് പേപ്പർ ആയാലും എന്താ കുഴപ്പമെന്ന് അറിയോ? പണ്ട് നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അറിയാൻ വേണ്ടി അന്ന് നമ്മുടെ നാട്ടിലൊന്നും മൈക്കില്ല, റേഡിയോ ഇല്ല, അല്ലെങ്കിൽ ടി വി ഇല്ല. ആകെ വായനശാലയുടെ ഒരു ടി വി റേഡിയോ ഉണ്ടാവുക. എല്ലാ ആളുകളും വായനശാലയുടെ മുമ്പിൽ വന്നിരിക്കും, എന്നിട്ട് വാർത്ത കേൾക്കും. വാർത്ത കേൾക്കാൻ എപ്പോഴാ അറിയാം? ഈ ബാലറ്റ് പേപ്പർ ആകുമ്പോൾ എണ്ണി രാവിലെ എണ്ണാൻ തുടങ്ങിയാൽ, രാവിലെ 8 മണിക്ക് എണ്ണാൻ തുടങ്ങിയാൽ റിസൾട്ട് ഓരോ നേരം പ്രഖ്യാപിക്കലല്ല, ഇത്ര വോട്ടിന് ഇന്ന സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ പറയും അതേ സ്ഥാനാർത്ഥി പിറകിലാന്ന് പറയും അല്ലെ? അങ്ങനെ ഒരു വലിയ രാത്രി 12 മണിക്ക് എനക്കൊരു തെരഞ്ഞെടുപ്പ് നോക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ജയിച്ച് വന്ന അവസാനം 12 മണി ആകുമ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട ഇല്ലെ? ചിക്കമംഗ്ലൂർ ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരു ഇല്ലെ, ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു വല്ല നിന്നൊരു മണ്ഡലമായിരുന്നു. പക്ഷെ അവിടെ പരാജയപ്പെട്ട രാത്രിയാണ് ആ റിസൾട്ട് ഒക്കെ വരുന്നത്. രാത്രി 12 മണിക്ക്. ആ സമയം മുഴുവൻ ജനങ്ങളാകെ ഈ റേഡിയോന്റെ മുമ്പിൽ വന്ന് ഈ വാർത്ത കേൾക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ആ കാലം മാറി. ഇപ്പോഴെന്താണ്, 8 മണിക്ക് ഇലക്ഷൻ റിസൾട്ട് തുടങ്ങിയാൽ എല്ലാ ചാനലുകാരും നിരന്നിരിക്കുകയായി. സെക്കൻഡ് കൊണ്ട് വാർത്ത നമ്മുടെ മുമ്പിലെത്തും അല്ലെ? ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ കണ്ണൂർ മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ആരെന്നൊന്നും ഞാൻ പറയുന്നത് അല്ലേ? എത്ര വേഗമാണല്ലേ കാലം മാറി വരുന്നത്. റിസൾട്ട് ഏറ്റവും വേഗത്തിൽ നമുക്ക് കിട്ടുകയാണ്. മുമ്പത്തെ പോലെ റേഡിയോയിലൂടെ മറ്റൊരു സംവിധാനമില്ല. ഇന്നിപ്പോ നമുക്ക് വഴി നടന്ന് നമുക്ക് അതാത് സമയത്തുള്ള ഇലക്ഷൻ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ കാലം മാറി. ആ കാലം മാറുന്നതിനനുസരിച്ച് വോട്ടിംഗ് മെഷീൻ വന്നു. വോട്ടിംഗ് മെഷീൻ നല്ല നിലയിൽ വോട്ട് രേഖപ്പെടുത്തുകയും റിസൾട്ട് വളരെ വേഗത്തിൽ ലഭിക്കാനും ഒക്കെ സാധ്യത ഉള്ള ഒരു രംഗമായി മാറിയിരിക്കുന്നു. പക്ഷെ എന്തെങ്കിലും പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ബന്ധപ്പെട്ട് പരിഹരിക്കും. നമുക്കെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് മനസ്സിലായത് എപ്പോഴാണ്? ഞാനൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ പേര് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പേരാണെന്ന് പറയാം, TN ശേഷനാണ്. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷന്മാർക്ക് ഒരുപാട് ആളുണ്ടായിരുന്നെങ്കിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പേര് TN ശേഷൻ. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എല്ലാ ഇലക്ഷൻ കമ്മീഷന്മാരും മോശമായതുകൊണ്ട്. പക്ഷെ ചില പേരുകൾ നമ്മുടെ മനസ്സിൽ നിങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ രംഗത്ത് ചെയ്തിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള സേവനം, മറ്റെല്ലാവരും സേവനം അനുഷ്ഠിച്ചെങ്കിൽ പോലും അത് ആ സമയത്തുണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന കള്ളവോട്ട് എന്ന് പറയുന്ന സംഭവം ഇല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും പറഞ്ഞ് കള്ളവോട്ട് ചെയ്തു. കള്ളവോട്ട് ഇല്ല യഥാർത്ഥത്തിൽ. ഇല്ല, കള്ളവോട്ട് എന്നൊരു സംഭവം പാടില്ലാത്തതാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ തടയാൻ ആവശ്യമായിട്ട് ഇപ്പൊ നേരത്തെ നമുക്ക് ആകെ വോട്ടർ പട്ടികയിൽ പേര് വരും, പേര് വിളിക്കും, ഏജന്റുമാർ ഒന്ന് പരിചയപ്പെടും അല്ലെ? ഏജന്റുമാർ പേരാദ്യം വായിക്കും. അത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പേര് വായിക്കും. പേര് വായിച്ചു കഴിഞ്ഞാൽ ലിറ്റി എന്ന് പേര് വായിച്ചാൽ എന്ത് ചെയ്യും? ഏജന്റുമാർ ഒന്ന് മുഖത്ത് നോക്കും. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ കടത്തിവിടും. കയ്യിൽ മഷി വെച്ച് കൊടുക്കും. പിന്നെ അടുത്ത ബാലറ്റ് മുറിച്ചു തരും. നമ്മൾ എന്ത് ചെയ്യും? സീൽ ചെയ്യും, വെട്ടിയിടും. അങ്ങനെയല്ലേ നമ്മൾ വോട്ട് ചെയ്യുക.
അല്ലേ? അങ്ങനല്ലേ? വോട്ട് ചെയ്യാൻ പോയവർക്ക് അറിയാം, വോട്ട് ചെയ്യാൻ പോകാത്തവർക്ക് ചിലപ്പോ അത് അത്ര പരിചയമുള്ളത്. അപ്പൊ നമ്മുടെ ഈ വോട്ടിംഗ് സിസ്റ്റം ഒക്കെ പിന്നെ ആളുകൾ തിരിച്ചറിയുന്ന അല്ലെ? ഇപ്പൊ തിരിച്ചറിയൽ കാർഡ് വന്നു, നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡ് ഉണ്ട്. തിരിച്ചറിയൽ കാർഡ് മാത്രമല്ല, ഇപ്പോഴും ആധാർ കാർഡ്, ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് മതി നമുക്ക് വോട്ട് ചെയ്യാൻ. അങ്ങനെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, മറ്റൊരു വോട്ട് ചേർക്കാൻ ഇപ്പൊ മുമ്പാണെങ്കിൽ നിർബന്ധിച്ചു വേണം വോട്ട് ചേർക്കാൻ. ഇപ്പൊ നമുക്ക് സംവിധാനം എന്താണ്? നമ്മുടെ വീടുകളിൽ പോയി BLO അല്ലെ, ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട്. ആ ബൂത്ത് ലെവൽ ഓഫീസർമാരോട് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വോട്ടർമാരെയും, അതായത് 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ പോളിംഗ് സ്റ്റേഷനിൽ ഇരുന്ന് വോട്ട് ചേർക്കണമെന്ന് പറയുന്നുണ്ട്. അതിന് പുറമെ വീടുകളിൽ പോയി ചേർക്കണമെന്ന് പറയുന്നുണ്ട്. ഫോൺ ചെയ്ത് ബന്ധപ്പെട്ട് പരമാവധി വോട്ടർമാരെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. നമുക്ക് വോട്ടർമാരെ പരമാവധി പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രചരണ പ്രവർത്തനമാണ് ഈ സമ്മതിദായ ഇവരുടെ പ്രതിജ്ഞയും അതുപോലെ സമ്മതിദാന ദിനവും ഒക്കെ ആയിട്ട് ആചരിക്കുന്നത്. ഈ പരിപാടി ഏറ്റവും നല്ല നിലയിൽ നടക്കട്ടെ. ഇപ്പോ ഇതേ സമയത്ത് തന്നെ ഡൽഹിയിൽ നമ്മുടെ പ്രസിഡന്റ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലത്തും, കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ, അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനൊരു ദിനം ആചരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അടിവരയിട്ട് പറയാനുള്ളത്, നേരത്തെ ഇതിൽ ഈ പ്രതിജ്ഞയിൽ പറയുന്ന പോലെ ജാതി, മതം, ഭാഷ ഒന്നും പരിഗണനയില്ലാതെ സ്വതന്ത്രമായി നീതിയുക്തമായി തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. അർഹതപ്പെട്ട ആളുകൾ ഭരണരംഗത്തേക്ക് വരട്ടെ. അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനം, അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടിയോ, നിങ്ങളെല്ലാവരും പോളിംഗിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയി സ്റ്റേഷനിലൊക്കെ പോകുന്നവരായിരിക്കും. തികച്ചും അല്ലെ, ഏതെങ്കിലും ഒരു പക്ഷത്തിനു വേണ്ടി അല്ലെങ്കിൽ പക്ഷപാതപരമായി പെരുമാറാത്ത നല്ല ഉദ്യോഗസ്ഥരാണ് എല്ലാവരും. അവരിൽ നല്ല ഉയർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സമ്മതിദാന ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ റിപ്പബ്ലിക് ദിനമാണ് നാളെ. നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നെ വിളിച്ചതിന്റെ ഒരു കാരണം ബഹുമാനപ്പെട്ട കളക്ടർ സാർ പറഞ്ഞു, ഞാനൊരു സിനിമയിലല്ല, ഒരു സിനിമയിൽ അഭിനയിച്ചത് ആ സിനിമ ഹിറ്റായതുകൊണ്ടാണ്. ഇന്നാത്താൻ കേസ് കൊടുത്തു എന്ന സിനിമ ഹിറ്റായി. ആ സിനിമ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്ലാഗാണ്. അതുകൊണ്ട് ആളുകൾക്ക് അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ സിനിമ ഹിറ്റായി. ആ സിനിമ ഹിറ്റായത് കൊണ്ടാണ് എന്നെ ആളുകൾ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ എന്നെ ഒരാളും ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്റെ 9ാം വാർഡിലത്തെ ആളുകൾക്കറിയും, അല്ലെങ്കിൽ പഠന പഞ്ചായത്തിലെ ആളുകൾക്കറിയും. പിന്നെ അത്യാവശ്യം ഞാൻ നാട്ടില് എന്തെങ്കിലും നാടകമൊക്കെ, തെരുവ് നാടകമൊക്കെ കളിക്കുന്ന ആളായിരുന്നു. അങ്ങനെ തെരുവ് നാടകം കളിക്കുമ്പോൾ ആ തെരുവ് നാടകവും മറ്റു നാടകവും കളിക്കുന്ന സമയത്ത് അത്യാവശ്യം ആളുകൾ എന്നെ തിരിച്ചു. പക്ഷേ ഈ കണ്ണൂർ കളക്ടറേറ്റ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും എന്നെ വിളിക്കാൻ സാധ്യതയില്ല. വിളിക്കോ? ഞാൻ കണ്ണൂർ കളക്ടറേറ്റിൽ മുമ്പൊക്കെ വന്നിട്ടുണ്ട്. അന്ന് സാക്ഷരതായിട്ടും അതുപോലെ തന്നെ നമുക്ക് കണ്ണൂർ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പല യോഗങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സിനിമ എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണ്. നാടകത്തിൽ അഭിനയിച്ചാൽ ഇത്രയൊന്നും ആളുകൾ, നാടകം പലതവണ നാടകം പഠിച്ചിട്ടുണ്ട്. ആ നാടകം അവതരിപ്പിക്കുന്നതിനേക്കാൾ ആളുകൾ തിരിച്ചറിയുന്നത് സിനിമയിൽ അഭിനയിക്കണം. അതുകൊണ്ട് സിനിമ അഭിനയിച്ചതുകൊണ്ട് എല്ലാമായി എന്ന വിശ്വാസമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മളെപ്പോഴും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴാണ് നമ്മളൊരു നല്ല നടനാവുക. അല്ലെങ്കിലോ ആളുകൾ പറയുന്ന പറഞ്ഞാൽ സ്റ്റാർ എന്നാണ് പറയുക. സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? മമ്മൂട്ടി മെഗാസ്റ്റാർ ആണ്, മോഹൻലാല് മെഗാസ്റ്റാർ ആണ്, മറ്റുള്ളവരൊക്കെ സ്റ്റാർ. നക്ഷത്രം എവിടെ ഉണ്ടാവുക? ആകാശത്തിലുണ്ടാവുക. ആകാശത്തിലുള്ള നക്ഷത്രത്തെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരു കാരണവശാലും അങ്ങനെ ഒരു പദവിയൊന്നും ആർക്കും കൊടുക്കുന്ന കാര്യമില്ല. നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോഴാണ്, മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ എന്താവുക, മനസ്സിലാവുക. അതുകൊണ്ട് മനസ്സിലാവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് എല്ലാമായി എന്ന ഒരു വിശ്വാസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മളാണ് ഈ പരിവേഷമൊക്കെ നൽകുന്നത്. ആര്? നമ്മളാണ്. അവര് സാധാരണ തന്നെ പോയിക്കോട്ടെ, നമ്മള് അപ്പോഴത്തേക്ക് ആളുകൾ പോലെ വല്ലാണ്ട് ആൾക്കൂട്ടമൊക്കെ കൂടി വല്ലാണ്ട് ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്.
ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പോഴും അവസരം കിട്ടുന്നുണ്ട്. ഇപ്പോ 18ാമത്തെ സിനിമ ഞാൻ അഭിനയിച്ചു. ഈ 18ാമത്തെ സിനിമയിൽ നിങ്ങൾ കണ്ട സിനിമ നാത്താൻ കേസുകൾ ചില ആൾ കാസർഗോഡ് കണ്ടിട്ടുണ്ടാവും. കാസർഗോഡിലെ ഒരു പോത്ത് കച്ചവടക്കാരനാണ്. മദനോത്സവത്തില് കാസർഗോഡ് ഒരു രാഷ്ട്രീയക്കാരനാണ്. മദനോത്സവത്തിൽ ഒരു പോത്ത് കച്ചവടമാണ്. അതുപോലെ കൊറോണ പേപ്പേഴ്സ് പ്രിയദർശൻ സാറിന്റെ സിനിമയാണ്. അതിന് ഒരു CI ആണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളെ അല്ലെ പോലീസ് ഓഫീസർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ എന്നെ നോക്കി ഞാൻ പോലീസ് ഓഫീസറായിട്ട് എന്നെ കണ്ടാൽ വിശ്വസിക്കില്ലായിരുന്നു അല്ലെ. പക്ഷെ ഏതായാലും അവര് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. അത് തന്നത് 100ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള പ്രിയദർശൻ സാറാണ്. എന്റെ ഇന്നാത്താൻ കേസ് എന്ന സിനിമ കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു. പക്ഷെ നിങ്ങൾ സിനിമ കണ്ട് നന്നായിട്ടുണ്ട്, അടുത്തൊരു സിനിമയിൽ നിങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു. കൊറോണ പേപ്പേഴ്സിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം പിന്നെ അതിന്റെ ഇന്റർവ്യൂ സമയത്ത് നന്നായി സംസാരിച്ചു. സിനിമ റിലീസാകുന്ന സമയത്ത് പ്രസ് കോൺഫറൻസ് വിളിക്കും. ആ കോൺഫറൻസിൽ എന്റെ അടുത്താണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് അടുത്ത് ഇരിക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിലെ തന്നെ മുടിചൂടാൻ മകനാണ് പ്രിയദർശൻ. അദ്ദേഹത്തിന് അടുത്ത് ഇരിക്കാൻ വേണ്ടി കഴിയുന്നത് എനിക്ക് വലിയ ഭാഗ്യം. വേറെ സിനിമ കിട്ടിയില്ലെന്ന് പോയപ്പോ അല്ലെ. പ്രിയദർശൻ സാറിനൊക്കെ എത്ര സിനിമകളാണ് വളരെ ഹിറ്റായിട്ടുള്ള മനോഹരമായിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ വേണ്ടി കഴിയും. ഇനിയിപ്പോ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമ ഇപ്പോ ഈ ഫെബ്രുവരി 23 പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നത്. അത് സിജു വിൽസനാണ് അതിന്റെ നായകൻ. അതുകൂടാതെ അതില് സംവിധാനം ചെയ്ത പ്രേംലാലാണ്. തൊണ്ടു മുതൽ ദൃക്സാക്ഷി എഴുതിയ സജീവ് പാടുന്ന സ്ക്രിപ്റ്റാണ്. മറ്റൊരു സിനിമ നമ്മുടെ തലശ്ശേരിയിൽ വെച്ച് ഷൂട്ട് നടന്ന ഒരു ജാതി ജാതകം, അത് ഏപ്രിലിൽ റിലീസാവും. അതിൽ വിനീത് ശ്രീനിവാസനാണ് അഭിനയിക്കുന്നത്. വിനീത് ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീനിവാസനും കൂടി അഭിനയിക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. ഞാനിത് പറയുന്നത് കുഴപ്പമില്ല സാർ, നിങ്ങൾക്ക് ബോറടിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. വിനീത് ശ്രീനിവാസനും കൂടി അഭിനയിക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. പക്ഷെ ശ്രീനിവാസന് സുഖമില്ലാത്തവർ അടുത്ത ഒരാളെ അന്വേഷിച്ചപ്പോ അവർ തീരുമാനിച്ചു ആ കാസർഗോഡിലെ കുഞ്ഞേശ്വരനെ വിളിക്കണം. അങ്ങനെ ശ്രീനിവാസൻ ചെയ്യേണ്ട റോളാണ് ഈ ഒരു ജാതി ജാതകത്തിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോ വിനീത് ശ്രീനിവാസനും PP കുഞ്ഞേശ്വരനും അഭിനയിക്കുന്ന ഒരു ജാതി ജാതകം അത് അടുത്ത ഏപ്രിൽ മാസത്തിൽ റിലീസാവും. ഇത് സംവിധാനം ചെയ്തത് മോഹനൻ മണ്ടോടി എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു സിനിമയാണ് കഥ പറയുമ്പോൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും. കഥ പറയുമ്പോൾ അറിയണ്ട, ചിലപ്പോൾ വേഗം ഓർമ്മയില്ല, അതിനൊക്കെ പാട്ടായിരിക്കും. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ബാലൻ ജനതോഴൻ നമ്മുടെ ബാലൻ, ബാലൻ 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 ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. മേലൂർക്കാവിന്റെ അഭിമാനമാകും വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. അതിനകത്ത് നല്ലൊരു വരിയെന്നറിയാം. ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീരൻ. ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീരൻ. ബാലൻ ജനതോഴൻ നമ്മുടെ ബാലൻ, ബാലൻ 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 ബാലൻ.